ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീംസ് ഗാർഡനിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കലാത്തിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റി കലാത്തികൾ നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കലാത്തിയുടെ നല്ല അടിപൊളി ഒരു സെയിൽ വീഡിയോ ആണ്. നമുക്ക് ഒത്തിരി ബുഷി പോട്ടുകളും സിംഗിൾ ഷൂട്ട് കലാത്തികളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കലാത്തിയുടെ ഒരു വീഡിയോയുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിച്ചവർക്ക് കമൻറ്റുകൾ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡനിൽ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഡ്രീം ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ വീടാണ് കേട്ടോ, നഴ്സറി ഒന്നുമല്ല. അപ്പം നമ്മൾ എല്ലാ ദിവസവും ചിലപ്പം വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ വരിക. നമ്മൾ ചിലപ്പോൾ ലോഡൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ദൂരെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസമൊക്കെ നമ്മൾ രാവിലെ പോയാൽ വൈകുന്നേരമായിരിക്കും നമ്മൾ തിരിച്ചെത്തുക. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ. അതുപോലെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ പ്ലാന്റുകളുടെയും സൈസ്, റേറ്റ്, ID എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വരാം. വാട്സപ്പിൽ വരുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പർച്ചേസിങ് ഗ്യാപ്പ് മാക്സിമം ഒഴിവാക്കി നമുക്ക് പ്ലേസ് ഓർഡർ വേഗം തരാൻ സാധിക്കും. നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും വില കൂടി പറഞ്ഞിട്ടുള്ള വീഡിയോസാണ്. വില നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വില എത്രയെന്ന് പ്രത്യേകിച്ച് ചോദിച്ച് വരേണ്ടതില്ല. ഓരോന്നിൻ്റെയും വില മനസ്സിലാക്കിയ ശേഷം മാത്രം, അതുപോലെ ഇതിൻ്റെ സൈസ്, പ്ലാന്റിൻ്റെ സൈസുകൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലേസ് ഓർഡർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാഞ്ഞെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് നമ്മുടെ വീഡിയോയിൽ കുഞ്ഞാഞ്ഞ ഇല്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞാഞ്ഞ ഇവിടുന്ന് പോയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് 2 ആഴ്ചയായിട്ട് കുഞ്ഞാഞ്ഞെ കാണാനില്ല. ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു വീഡിയോയിലും കുഞ്ഞാഞ്ഞ വരുന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോഴൊക്കെ ചിലർ പറയുന്നേക്കും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ വാട്സപ്പ് നമ്പർ കിട്ടുന്നില്ല, കാണിക്കുന്നില്ല വാട്സപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ നെയിം ഒന്ന് ഡ്രീം ഗാർഡൻ എന്ന് പറഞ്ഞ് പേരൊന്ന് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, വാട്സപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുക കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമുക്ക് പോകാം ഡ്രീം ഗാർഡനിലേക്ക്. ബുഷി പോട്ടുകളും സിംഗിൾ ഷൂട്ടുകളും എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നും നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ കലാത്തിയ ഓർണാട്ട എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതാ ഇത്രയും ബുഷായിട്ടുള്ള പോട്ടാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത്രയും ബുഷായിട്ടുള്ള പോട്ടാണ്. ഇതൊരു സൈസ് പ്ലാന്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 300 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. അപ്പം 300 രൂപയ്ക്ക് വേണ്ട, നമുക്ക് കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് മതി എന്നുള്ളവർക്ക് ഈ പ്ലാന്റ് സെയിം തന്നെ നമുക്ക് സ്ക്വയർ പോട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ പിടിപ്പിച്ചേക്കുന്നല്ല, സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ പ്ലാന്റ് ഒന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും ബുഷായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ബുഷായിരിക്കില്ല, ഇത്രയും ബുഷായിരിക്കും. അതിൻ്റെ ഒപ്പം ചെറിയ തൈയൊക്കെ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സംശയമാണ് നമ്മൾ പിടിപ്പിച്ചാണോ, റൂട്ടുണ്ടോ എന്നൊക്കെ സംശയം വരാം. അപ്പോൾ നമുക്ക് റൂട്ടും കാര്യങ്ങളും കാണിക്കുന്ന വേണ്ടിയതാ. ഇത്രയും റൂട്ടും കാര്യങ്ങളും വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ നനച്ചിട്ടേക്കുന്ന ഒരു സീനാണ് ഇട്ടേക്കുന്നത്. അതാണ് ഇവിടെ വെള്ളം കിടക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ഷീറ്റിൻ്റെ പുറത്താണ് കലാത്തിയ പ്ലാന്റ്സുകൾ വെച്ചിരിക്കുന്നത്. കാരണം കലാത്തിയ പ്ലാന്റ്സുകൾക്ക് നല്ല തണുപ്പ് ആവശ്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ വേനൽക്കാലമാണ്, ലീഫിന് കരിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഡെയിലി നനയ്ക്കേണ്ടതാണ് കലാത്തിയ പ്ലാന്റ്സ്. നിങ്ങൾക്കറിയാം, വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീഫുകൾ കരിഞ്ഞു പോകും. അപ്പോൾ വെയിൽ തട്ടാത്തടുത്ത് നന്നായിട്ട് നനച്ച് തന്നെ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫ് ചുരുണ്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ സിംഗിളാക്കി കൊടുക്കാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാലും സിംഗിൾ ആവശ്യമുള്ളവർക്ക് സിംഗിൾ തരാം. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ
കലാത്തിയ പ്ലാന്റ്സുകൾ ഞാൻ ഇതുപോലെ ബുഷി പോട്ട് വാങ്ങിക്കാൻ മാത്രമാണ് പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഗ്യാരൻറ്റിയോടുകൂടി എടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കലാത്തിയ പ്ലാന്റ്സുകൾ സ്പ്ലിറ്റ് ചെയ്ത് സിംഗിളാക്കി തരും, നിങ്ങൾ പിടിപ്പിച്ചെടുത്തോളുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പ്രത്യേകമായിട്ട് കലാത്തിയ പ്ലാന്റ്സ് പിടിപ്പിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സിംഗിളാക്കി തരണമെങ്കിൽ തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാക്സിമം ബുഷി പോട്ടുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്വയർ പോട്ട് എടുക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കലാത്തിയുടെ അടുത്തൊരു വെറൈറ്റി വരുന്നത്, അപ്പോൾ ഇനി കലാത്തിയുടെ അടുത്തൊരു വെറൈറ്റിയാണ് വരുന്നത്. കലാത്തിയുടെ യെല്ലോ ഫ്യൂഷൻ കലാത്തിയ, നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കലാത്തിയ യെല്ലോ ഫ്യൂഷൻ. നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ല കേട്ടോ യെല്ലോ ഫ്യൂഷൻ, ചില സമയത്ത് മാത്രമാണ് നമുക്ക് യെല്ലോ ഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് കലാത്തിയുടെ യെല്ലോ ഫ്യൂഷൻ കലാത്തിയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ കലാത്തിയുടെ ഈ ഒരു ബുഷി പോട്ട് ഇതാണ് കേട്ടോ ബുഷി പോട്ട്, ഇത്രയും ഷൂട്ട് ഔട്ട് ബുഷി പോട്ടാണ്. അപ്പോൾ ഈ ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 320, 320 രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് കലാത്തിയ യെല്ലോ ഫ്യൂഷൻ ഇതുപോലത്തെ സ്ക്വയർ പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. 2 പ്ലാന്റുകൾ നമുക്ക് നേരത്തെ വന്ന പ്ലാന്റിൻ്റെ കുറച്ച് മാത്രം ഇരിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഇല്ല സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന. ഈ ഒരു സ്ക്വയർ പോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 180, 180 രൂപയാണ് ഈ ഒരു പോട്ടിലിരിക്കുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. നന്നായിട്ട് റൂട്ടും കാര്യങ്ങളെല്ലാം വന്ന പ്ലാന്റാണ്. നമുക്ക് റൂട്ടൊക്കെ പുറമേക്കടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 180. ഇത് നമുക്ക് അധികം അവൈലബിൾ അല്ല, 2-3 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാവുന്നതാണ് കേട്ടോ. സ്പ്ലിറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 140 ആയിരിക്കും കേട്ടോ, 140. അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കലാത്തിയുടെ വിറ്റാറ്റ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതുപോലെ ഒരു പോട്ടിൽ ഇതുപോലെ ബുഷായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വിറ്റാറ്റയുടെ ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 280 ആണ്, 280 രൂപയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് പ്ലാന്റ്സ് 280 രൂപയ്ക്ക് വേണ്ടാന്നുള്ളവർക്ക് നമ്മളിതിൻ്റെ ഹാഫായിട്ടെടുത്ത് ഇതുപോലെ ഹാഫ് പോർഷൻ എടുത്ത് തരും കേട്ടോ. 140 ആണ് റേറ്റ് വരുന്നത്, 140 രൂപയാണ് ഹാഫ് പോർഷന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയുടെ ക്രിംസൺ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കലാത്തിയ ക്രിംസൺ. കാണാൻ ഏറ്റവും ഭംഗിയുള്ളൊരു കലാത്തിയാണ്. ഇതുപോലത്തെ ബുഷി പോട്ട്, ഇതുപോലത്തെ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 280, 280 രൂപയാണ് ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ കലാത്തി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് നന്നായിട്ട് റൂട്ടും കാര്യങ്ങളും പിടിച്ച സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റ്സും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 280, 280. ഇനി നമുക്ക് സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ക്രിംസൺ കലാത്തിയ സ്ക്വയർ പോട്ടിൽ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് കാണാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് ചെറിയ തൈയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് നല്ല ചെറിയ തൈയും കൂടി അറ്റാച്ച്ഡ് ആണ്. മിക്ക പ്ലാന്റുകളും തൈ അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു രീതിയിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഈ സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം നമ്മൾ ഈ പോട്ടോട് കൂടി തന്നെയാണ് കേട്ടോ അയക്കുന്നത്. ബുഷി പോട്ടിന് നമുക്ക് പോട്ടിൻ്റെ ആവശ്യമില്ല. സ്ക്വയർ പോട്ടിൽ നമ്മൾ എന്ന് പറയുമ്പോൾ സിംഗിളായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റാണ്. എന്നാലും അത് വളരെയധികം റൂട്ടും കാര്യങ്ങളുള്ള പ്ലാന്റാണ്. എന്നാലും നമുക്ക് വിത്ത് പോട്ടായിട്ട് കിട്ടുമ്പോൾ നമുക്കത് പിന്നെ സമയം പോലെ റീപോട്ട് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അതുകൊണ്ട് സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളെല്ലാം നമ്മൾ ആ പോട്ടോട് കൂടിയിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. ബുഷി പോട്ട് നമ്മൾ പോട്ടോടി അയക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പോട്ടോടി അയക്കാം, കൊറിയർ ചാർജ് വ്യത്യാസം വരും. ബുഷി പോട്ടിന് നമുക്ക് പോട്ടിൻ്റെ ആവശ്യമില്ല. സാധാരണ പോട്ടോടി ആകുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കൂടും, കൊറിയർ ചാർജ് കൂടും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, അപ്പോൾ ഈ സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന ക്രിംസൺ കലാത്തിക്ക് റേറ്റ് വരുന്നത് 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ, 200. ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയ റോസി വേർഷൻ 2 ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റാണ്. ഇനി ഇതിന് കൊറോണ എന്ന് പറയാറുണ്ട്, റോസി വേർഷൻ 2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ വൈറ്റ് പോട്ടിൽ ബുഷി പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുഷി പ്ലാന്റിന് റേറ്റ് വരുന്നത് 280 ആണ്, 280 രൂപയാണ് ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. നമുക്ക് ആവശ്യം പോലെ അവൈലബിൾ ആണ്. ഇനിയിപ്പം ഇത്രയും വിലയുടെ പ്ലാന്റ് വേണ്ട എന്നുള്ളവർക്ക് അതിൻ്റെ സ്ക്വയർ പോട്ടിലുള്ള പ്ലാന്റ് സ്ക്വയർ പോട്ടിൽ ഇതുപോലെ വന്നിരിക്കുന്ന പ്ലാന്റ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ് അല്ല കേട്ടോ. ഈ സ്ക്വയർ പോട്ടിലെ പ്ലാന്റുകളൊന്നും നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റുകളല്ല. അപ്പോൾ ഇങ്ങനെ തന്നെ വന്നിരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലുള്ള പ്ലാന്റ് സ്ക്വയർ പോട്ടിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 180 രൂപ, 180 ആണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ, 180 രൂപ. ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. കുറച്ച് മാത്രം പിങ്ക് കളർ കയറി വന്ന് കുറച്ച് ഗ്രീൻ ബോർഡറൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ബുഷി പോട്ട് വരുന്നത് കലാത്തിയുടെ
ഇതാ ഡോട്ടി എന്ന് പറഞ്ഞ കലാത്തിയാണ്. നല്ല ബുഷായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തിയും കാര്യങ്ങളായിട്ട് ഒരു ലീഫ് പോലും ഡാമേജ് ഇല്ലാതെ വന്നിരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ദ ബുഷ് പോട്ടാണ്. എത്ര ഷൂട്ടാണ്? 2-3 ഷൂട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 280 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ബുഷി പോട്ട് വേണ്ട, എനിക്ക് ഹാഫ് പോർഷൻ മതി എന്നുള്ളവർക്ക് ഇതിൻ്റെ ഹാഫ് പോർഷനായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഹാഫ് പോർഷനായിട്ട് എടുത്ത് തരും. അതിന് എത്രയാണത് ഇതുപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഹാഫ് പോർഷനായിട്ടാണ് നമ്മൾ തരും. നമ്മൾ സിംഗിളായിട്ടല്ല കൊടുക്കുന്നത്. ഒരു പോട്ട് എത്രയുണ്ടോ അതിൻ്റെ ഹാഫായിട്ടാണ് നമ്മൾ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് അങ്ങനെ ഹാഫായിട്ട് വരുന്നതിന് റേറ്റ് വരുന്നത് 140 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ആവശ്യം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കലാത്തിയ റെഡ് വൈൻ എന്ന് പറഞ്ഞ വെറൈറ്റി. എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇത് വരാറുള്ളൂ. റെഡ് വൈനാണ്, നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ റെഡ് വൈൻ്റെയും ബുഷി പോട്ട് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. റെഡ് വൈൻ ഒരുപാടില്ല, എനിക്ക് തോന്നുന്നു ഒരു 6-7 പോട്ട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ റെഡ് വൈൻ്റെയും ബുഷി പോട്ട് റേറ്റ് വരുന്നതാ, കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. റെഡ് വൈൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 280. ഇനി അതിൻ്റെ ഹാഫ് പോർഷൻ വേണമെന്നുള്ളവർക്ക് റേറ്റ് വരുന്നത് 140 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഒരു വെറൈറ്റി വരുന്നത് കലാത്തിയുടെ ഒരു കുഞ്ഞ് പ്ലാന്റ്, അതായത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ക്രിംസൺ റെസ്കോ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. ക്രിംസൺ റെസ്കോ ഈ ഒരു രീതിയിലുള്ള പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ ബോർഡറിന് പ്രത്യേകത, നല്ല ബ്ലാക്ക് ഷെയ്ഡ്, നല്ല കുറച്ചുകൂടി ഈ ഒരു ലീഫിനകത്തേക്ക് കയറി വരുന്നതാണ് ക്രിംസൺ റെസ്കോ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. അപ്പോൾ ക്രിംസനും ക്രിംസൺ റെസ്കോയും തമ്മിൽ എന്താ വ്യത്യാസം ചോദിക്കാൻ, ഇതാണ് ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. ക്രിംസൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ നോക്കുക, ഇതിൻ്റെ ബോർഡറും കാര്യങ്ങളും നോക്കുക കേട്ടോ. അത് കളറിലും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും കളറിലും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് കുറച്ചുകൂടി നല്ല ഡാർക്ക് പർപ്പിളോ പിങ്ക് കളറാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ലൈറ്റ് കളറാണ്. ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇതിൻ്റെ ലീഫ് റൗണ്ട് ഷേപ്പാണ്, പക്ഷേ ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി ഒരു വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് കുറച്ച് റയറാണ്, അധികം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, അപ്പോൾ ഇത് സ്ക്വയർ പോട്ടിലാണ് വന്നിരിക്കുന്നത്, നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ സ്ക്വയർ പോട്ടോടുകൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയുടെ ഈ ഒരു പിങ്ക് സ്ട്രൈപ്പ് വരുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊരു പഴയ മോഡലല്ല കേട്ടോ. ഇതുപോലത്തെ ഇരിക്കുന്ന ഒരു സാമ്യമുള്ള ഒരു പഴയ മോഡൽ ചെടിയുണ്ട്, കുറച്ച് പൊക്കം വെക്കുന്ന പോകുന്ന വെറൈറ്റി. അതല്ല ഇത് നല്ല മോഡൽ, പുതിയ മോഡൽ തന്നെയാണ്. മിനിയേച്ചറാണ്, പൊക്കം അധികം വെക്കാത്ത വെറൈറ്റിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ഷൂട്ടും കൂടി അതിനകത്ത് അറ്റാച്ചഡാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 180 രൂപയാണ്. 180 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതും സ്ക്വയർ പോട്ടിലാണ് വന്നിരിക്കുന്നത്, പോട്ടോടുകൂടി തന്നെയാണ് അയച്ചു വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയുടെ ഓർബിഫോളിയ, കലാത്തിയ ഓർബിഫോളിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതുപോലത്തെ വൈറ്റ് പോട്ടിൽ ബുഷായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റാണ്. ഇതുപോലെ 2-3 ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് 280 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ അല്ല, എന്നാലും കുറച്ച് മാത്രം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ കലാത്തിയുടെ ഒരു വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കലാത്തിയ ഹെലൻ കെന്നഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ്, സിംഗിൾ ഷൂട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കലാത്തിയ ഹെലൻ കെന്നഡി നല്ല റേറ്റുള്ള പ്ലാന്റാണ്, മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത പ്ലാന്റാണ് കേട്ടോ. നമുക്കിതാകെ ഒരു 5 പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ. സിംഗിൾ ഷൂട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 280 രൂപയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടും ബുഷി പോട്ടും അവൈലബിൾ ആണ്. പിന്നെ കലാത്തിയുടെ ഒരു റെയർ വെറൈറ്റി കൂടി കാണാം. ഇതൊരു കലാത്തിയുടെ ഒരു റെയർ വെറൈറ്റി ആണ്. ഇതുപോലെ ബുഷി പോട്ട് വന്നിട്ടില്ല, ഇതുപോലെ സ്ക്വയർ പോട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. 250 ആണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ. ഒരു റെയർ ആയിട്ടുള്ള ഒരു കലാത്തിയാണ്, നമുക്കധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ റേറ്റ് വരുന്നത് 250. നമുക്ക് വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്, വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയ ഫെസിയാറ്റ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്, അല്ലെങ്കിൽ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണുമ്പോൾ അറൗണ്ട് ഒരു ഓർബിഫോളിയയുടെ ലുക്ക് ആണെങ്കിലും നല്ല വ്യത്യാസം തന്നെയുണ്ട് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് ഇത് ഓർബിഫോളിയ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർബിഫോളിയ കലാത്തിയ അല്ല ഇത്. ഓർബിഫോളിയയുടെ ഒരു ലീഫ് കൂടി കാണിച്ചു തരാം. ഓർബിഫോളിയ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഫെസിയാറ്റ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ അടുത്ത് വെച്ചൊന്ന് കാണിച്ചു തരാം.
ഓർബിഫോളിയയുടെ ലീഫ് ഇരിക്കുന്നത് കണ്ടോ, ഫെസിയാറ്റയുടെ ലീഫ് ഇരിക്കുന്നത് കണ്ടോ. രണ്ടും തമ്മിൽ കളറിലും വ്യത്യാസമുണ്ട് കേട്ടോ, കളറിൽ വ്യത്യാസമുണ്ട്. ഇതാ, അപ്പോൾ ഈ ഒരു ഫേസിയാറ്റ കലാത്തിയുടെ ഇതുപോലത്തെ ഒരു ബുഷി പോട്ടാണ്. ഈ ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 300 ആണ് കേട്ടോ, 300 രൂപയാണ്. കുറച്ച് റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്, അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ്, കലാത്തിയ പ്ലാന്റ്സ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു കലാത്തിയുടെ കുറഞ്ഞ ഒരു വെറൈറ്റി, കുറഞ്ഞ വിലയിൽ കലാത്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ കുറഞ്ഞ ഒരു വെറൈറ്റി കൂടി അവൈലബിൾ ആണ്. അപ്പോൾ കലാത്തിയുടെ ഒരു വൈറ്റ് സ്ട്രൈപ്പ് വരുന്ന ഒരു കലാത്തിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ, വൈറ്റ് സ്ട്രൈപ്പാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഈ ഒരു കലാത്തിക്ക് നമുക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 100 രൂപ മാത്രമാണ് കേട്ടോ, 100 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കലാത്തിയ പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ പോട്ടിങ്ങും അതുപോലെ കെയറിങ്ങും അറിയില്ലാത്തവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയും കലാത്തിയ പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്കിവിടെ അഗ്ലോണിമ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകളെല്ലാം റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ, എല്ലാ പ്ലാന്റ്സുകളും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അഗ്ലോണിമ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അഗ്ലോണിമയുടെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. എല്ലാ അഗ്ലോണിമയും സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗാർഡൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഗാർഡനും കൂടി കാണിക്കുവാണ്. അപ്പോൾ എന്താ അഗ്ലോണിമയും കലാത്തി നമ്മൾ ഏറ്റവും അങ്ങ് അറ്റത്താണ് വെച്ചിരിക്കുന്നത്, നിലത്താണ് കലാത്തി വെച്ചിരിക്കുന്നത്. അഗ്ലോണിമ നമ്മൾ സ്റ്റാൻഡുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അഗ്ലോണിമ കുറച്ച് വെറൈറ്റി കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്. ഫ്രോസൺ പപ്പായ, അതുപോലെ തന്നെ പനാമയുടെയൊക്കെ ബുഷി പോട്ടുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അഗ്ലോണിമയുടെ ഒരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ കലാത്തിയ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന് പ്ലേസ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.